بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും ഈ യാത്രയെപ്പറ്റി വർത്തമാന കാലഘട്ടത്തിലെ ചില മുസ്ലിം നാമധാരികൾ പോലും അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു നോമ്പില്ല, അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രമില്ല, അതൊക്കെ ഒരു കേവലം ഒരു സ്വപ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഘടനവാദങ്ങൾ നടത്തുന്ന ചില ആളുകളുടെ മുന്നിൽ ശുദ്ധമായ ഖുർആൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു സുബ്ഹാനല്ലദീ. അല്ലാഹു സുബ്ഹാന എന്നുള്ള പദം വളരെ വിരളമായിട്ടാണ് ഖുർആനിൽ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളൂ. അത് വളരെ പ്രസക്തമായ ഭാഗമാണ് ഈ ഇസ്രാന്റെ ആദ്യത്തെ ആയത്ത് സുബ്ഹാനല്ലദീ. എന്താ അതിന്റെ അർത്ഥം? സുബ്ഹാനല്ലദീ, നമ്മൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയലുണ്ട്. സുബ്ഹാനല്ലദീ, ഒരുവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ്. ഏതാണ് ആ ഒരുവൻ? സർവലോക പരിപാലകനായ അല്ലാഹ്, അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എന്താണ് ഇത്ര പരിശുദ്ധി വാഴ്ത്തപ്പെടാൻ ഒരു സംഭവം? എന്താണ് അല്ലാഹുവോട് ചെയ്തു വെച്ചത്? അസ്റാ ബി അബ്ദിഹി. ഒരു സ്വപ്നമാണെങ്കിൽ അവിടെ അബ്ദ് എന്ന് പറയേണ്ട കാര്യം ഇല്ല, തന്റെ അടിമയെ. അടിമ എന്ന് പറഞ്ഞാൽ ബോഡിയോടുകൂടിയുള്ള, റൂഹോടുകൂടി, ബോഡിയോടുകൂടിയുള്ള ഒരു വസ്തുവിനെ അബ്ദ് എന്ന് പറയാം. അസ്റാ ബി അബ്ദി, തന്റെ അടിമയെ രാപ്രയാണം നടത്തി. അസ്റ നിശാപ്രയാണം, രാത്രിയാണ് ഈ സംഭവം, രാവിലെ അല്ല. അസ്റാ ബി അബ്ദിഹി, എവിടെ നിന്ന് എവിടേക്ക്? ലൈലം മിനൽ മസ്ജിദിൽ ഹറാം, തന്റെ സ്വതസിദ്ധമായ നാട്ടായ പരിശുദ്ധ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും, കഅബാലയമുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്നും എവിടേക്ക്? ഇലൽ മസ്ജിദിൽ അഖ്സ. മൂന്നര മാസം കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ യാത്ര ചെയ്താൽ എത്താവുന്ന ഒരു വഴിദൂരമുള്ള, ഫ്ലൈറ്റോ ആധുനിക സാങ്കേതിക വിദ്യകളോ ഒന്നുമില്ലാത്ത അക്കാലഘട്ടത്തിൽ കേവലം കുതിരകളെയും ഒട്ടകങ്ങളെയും മാത്രം യാത്രാവാഹനങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന അക്കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേവലം ഒരൊറ്റ രാത്രി കൊണ്ട് ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, തന്റെ മസ്ജിദുൽ ഹറാമിൽ നിന്നും എവിടേക്ക്? കിലോമീറ്ററുകൾ അപ്പുറമുള്ള മസ്ജിദുൽ അഖ്സ, ശാം അടക്കമുള്ള പ്രദേശമുള്ള മക്കക്കാര് കച്ചവടം ചെയ്യാൻ മാസങ്ങളോളം യാത്ര ചെയ്ത് എത്തിയിരുന്ന ആ മസ്ജിദുൽ അഖ്സയിലേക്ക്. എങ്ങനെയുള്ള മസ്ജിദുൽ അഖ്സ? വർത്തമാന കാലഘട്ടത്തിൽ പറഞ്ഞാൽ യുദ്ധഭൂമിയായ ഫലസ്തീന്റെ മണ്ണിൽ. ഏത് ഫലസ്തീന്റെ മണ്ണ്? യുദ്ധം കൊണ്ട്, കൊടുമ്പിരി കൊണ്ട് ഫലസ്തീനിലെ ഗസയും അവിടത്തെ ആളുകളെ മുഴുവനും മാറ്റിപ്പാർപ്പിച്ചിട്ട് വീണ്ടും ബോംബിട്ട് തകർത്തുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്തയിൽ കാണാം, അമേരിക്ക അവിടെ ഒരു സിറ്റി പണിയാൻ പോകുന്നു എന്നാണ്. ആ ഫലസ്തീന്റെ മണ്ണിൽ ആ മസ്ജിദുൽ അഖ്സ, എങ്ങനെയുള്ള മസ്ജിദുൽ അഖ്സ? അത്ര കലാപ കലുഷിതമായ ആ മണ്ണിനെ പറ്റിയിട്ട് ഖുർആൻ പറയുന്നു ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റും നാം ബറക്കത്താക്കപ്പെട്ടു. എങ്ങനെയാൽ ബറക്കത്താക്കപ്പെട്ടു? അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങളാൽ. ഒരുപാട് അമ്പിയാക്കന്മാർ അവിടെ അടക്കപ്പെട്ടിട്ടുണ്ട്. ആ ബാറക്നാ ഹൗലഹു എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന്റെ റസൂലിനെ ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ പല ദൃഷ്ടാന്തങ്ങളും ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇന്നഹു, നിശ്ചയമായും ഈ അല്ലാഹു ഹുവസ് സമീഉൽ ബസീർ, അവൻ അഗാധമായി കേൾക്കുന്നവനും അതിശക്തമായ കാഴ്ചയുള്ളവനുമാണെന്ന് ഖുർആൻ വളരെ വ്യക്തമായി നസ്സായി പറയുമ്പോൾ എന്താണ് ഈ സംഭവം? ഇത് 2-3 മണിക്കൂറൊന്നും വാഴ പറഞ്ഞാൽ പോരാ, മണിക്കൂറുകളോളം നിന്ന് സംസാരിക്കാനുള്ള വിഷയം. എന്തിനാണ്? വളരെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇസ്രാ മിഅ്റാജോട് കൂടി സംഭവിച്ച സംഭവം കുറേ പേര് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളതാണ്. കുറെ എണ്ണം ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പുറത്തുപോയി എന്നുള്ളതാണ് ഇതിന്റെ ഭയങ്കര ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് 40-ാമത്തെ വയസ്സായപ്പോൾ നുബുവത്ത് കിട്ടി. ആ നുബുവത്തിന് മുമ്പ് തന്നെ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പ അബ്ദുള്ള മരണപ്പെട്ടു, വഫാത്തായി. ജനിച്ചതിന് ശേഷം 6 വയസ്സായപ്പോൾ ആമിന ബി വഫാത്തായി. പിന്നെ ഏറ്റെടുത്തത് പിതൃവ്യനായ അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബ് വഫാത്തായി. പിന്നെ റസൂലുള്ളാഹിന്റെ വാപ്പാടെ ജ്യേഷ്ഠനായ
അബ്ദുൽ മുത്തലിബ്, പിതൃവ്യനായ അബ്ദുൽ മുത്തലിബ് വഫാത്തായി. പിന്നെ ഏറ്റെടുത്ത് അബ്ദുൽ മുത്തലിബിന് ശേഷം പിന്നെ അബ്ദുള്ള തങ്ങളുടെ പിതാവായ റസൂലുള്ളാഹി തങ്ങളുടെ പിതാവായ അബൂ താലിബാണ് ഏറ്റെടുത്തത്. വർഷങ്ങളോളം പരിപാലിച്ചു, പൊന്നുപോലെ കൊണ്ടുനടന്നു അബൂ താലിബ്. നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മുടെ വാപ്പ മരണപ്പെട്ടാൽ പിന്നെ നോക്കാൻ പറ്റുന്ന കൊച്ചാപ്പ, മൂത്താപ്പ, ഇളയപ്പ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ ആയിരിക്കും. റസൂലുള്ളാഹിനെ കുറേ നാൾ അബൂ താലിബാണ് നോക്കിയത്. 25-ാമത്തെ വയസ്സായപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സാന്ത്വനമായി കടന്നു വന്നത് പ്രിയപത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹായാണ്. അങ്ങനെ അവസാനം ആരുമില്ലാതെ സഹാബത്തെല്ലാം കൂടി പരിപാലിക്കുന്നവരെല്ലാം 1 by 1 ആയിട്ട് മരിച്ചു പോകുന്നു. അങ്ങനെ 50-51 വയസ്സായി. ആ ഒരൊറ്റ കൊല്ലം ആ നുബുവത്ത് കിട്ടിയിട്ട് പ്രബോധനത്തിന്റെ തീച്ചുളയിൽ, എങ്ങനെ തീച്ചുളയിൽ കല്ലെറിഞ്ഞും കൂകി വിളിച്ചും മാട്ടി ഓടിക്കുമ്പോഴൊക്കെ അബൂ താലിബ് വട്ടം നിൽക്കും, എന്റെ അനുജന്റെ മോനാണ്, തുടരുത്. ഖദീജ ബി മറുഭാഗത്തു നിന്ന് ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് സഹായിച്ചു. ഇല്ല, എന്റെ ഭർത്താവാണ് ഈ സമ്പത്തിന്റെ മുഴുവൻ ഉടമസ്ഥൻ. അങ്ങനെ ഒരു വലയം ചെയ്തു പരിശുദ്ധ റസൂലിനെ. ഒറ്റയടിക്ക് ഒരൊറ്റ വർഷം കൊണ്ട് 51-52-ാമത്തെ വയസ്സിന്റെ കാലയളവിൽ അബൂ താലിബ് വഫാത്തായി, ഖദീജ ബി മരണപ്പെട്ടു. രണ്ടുപേരും അങ്ങോട്ട് പോയി ഒറ്റയടി. ആ വർഷത്തെയാണ് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നറിയപ്പെടുന്നു. ആരുമില്ല, സഹിക്കാൻ കഴിയാത്ത വിഷമം, ഉൾക്കൊള്ളാൻ പറ്റാത്ത ദുഃഖം, ജീവിക്കാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്നുള്ള ആശങ്കയിൽ മക്കയിൽ നിൽക്കാൻ പറ്റാതെ മക്കയുടെ 100 കിലോമീറ്റർ അപ്പുറമുള്ള ത്വായിഫുണ്ട്. ആ ത്വായിഫിലോട്ട് അള്ളാഹുവിന്റെ റസൂല് പോയി. അവിടെയാണ് ഉമ്മയുടെ കുടുംബക്കാർ, അമിനാബിയുടെ കുടുംബക്കാർ അവിടെയാണ്. ത്വായിഫിലോട്ട് ചെന്നപ്പോഴോ കല്ലെറിഞ്ഞ് അവിടെ കാത്തിരുന്നു. മുഹമ്മദ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ത്വായിഫിലുള്ള ആളുകൾ തങ്ങളുടെ മക്കളുടെ കല്ല് കൊടുത്തു. ഒരുത്തൻ കയറി വരും, മുഹമ്മദ് എന്നാണ് പേര്, കണ്ടാൽ അപ്പ എറിഞ്ഞുകൊള്ളണം. എറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ എല്ലാം നഷ്ടപ്പെട്ട് പരിശുദ്ധ പ്രവാചകർ ത്വായിഫിന്റെ മണ്ണിലെത്തിയപ്പോൾ എറി നെറ്റിയിൽ കൊണ്ടു. നെറ്റി പൊട്ടി, ശരീരത്തെ ചാട്ടവാർ കൊണ്ട് അടിച്ചു. നടന്നു പോകുന്ന റസൂലുള്ളാഹിന്റെ പിറകെ നിന്ന് കല്ലെറിഞ്ഞു. അത്താസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം ഇന്നുമുണ്ട് മദീനയിൽ, മക്കയിൽ, ത്വായിഫിന്റെ മണ്ണിൽ. അവിടെ കയറി ഒരൽപ്പം വെള്ളം കുടിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാണ് ത്വായിഫിലെ ഏറ്റവും വലിയ ഭ്രാന്താശുപത്രി ഇന്ന് ത്വായിഫിലാണ്. അള്ളാഹിന്റെ റസൂലിനെ ഉപദ്രവിച്ച നാട് ഏറ്റവും മാറ്റപ്പെട്ട നാടായെന്നാണ്. അതുകൊണ്ടൊന്നും അവർക്ക് സഹിക്കാൻ പറ്റാത്ത ദേഷ്യവും വൈരാഗ്യമുള്ളത് കൊണ്ട് ഒട്ടകത്ത് സുജൂദിൽ കിടന്ന പരിശുദ്ധ റസൂലിന്റെ മുഖത്തും ശരീരത്തും ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയിൽ വാരിച്ചേർത്ത് കൊടുത്തു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ താങ്ങാൻ കഴിയാത്ത വേദനയായി ദുഃഖഭാരവുമായിട്ട് തിരികെ മക്കയിലേക്ക് വരുമ്പോഴാണ് അള്ളാഹുവിന്റെ വിളി, നബിയേ ഇനി അങ്ങനെ സഹിക്കണ്ട, ഫസ്ബിർ സബ്റൻ ജമീല. ഈ സൂറത്തുൽ ഇസ്രാഇന്റെ തൊട്ടുമുമ്പുള്ള ആയത്ത് അവസാനിക്കുന്നത് അങ്ങനെയാണ്, ഫസ്ബിർ സബ്റൻ ജമീല. അങ്ങേറ്റം ഒന്ന് ക്ഷമിച്ചേരെ നബിയേ, അങ്ങേറ്റം ഒന്ന് ക്ഷമിച്ചേരെ. ദുഃഖത്തിന്റെ, താങ്ങാൻ കഴിയാത്ത ഭാരത്തിന്റെ നമ്മുടെ കൽബ് അങ്ങനെ നിറഞ്ഞു പൊട്ടും. ചില സമയത്ത് നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ കൂട്ടുകാരായ, നമ്മുടെ ഉറ്റവരായ ചില ആളുകൾ നമ്മിൽ നകന്നു പോകുമ്പോൾ താങ്ങാൻ കഴിയാത്ത വേദനയിൽ നമ്മുടെ കൽബകങ്ങൾ പിടയും. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു കൊണ്ടുപോവുകയാണ്. ഈ ദുനിയാവിന്റെ മണ്ണിൽ നിന്നും ആകാശ സപ്തവാനങ്ങൾക്കപ്പുറം മറുഷും കുറുസും ലൗഹും കലമും താണ്ടി സിദ്റത്തുൽ മുൻതഹ എന്ന ഇലന്തമരത്തിന്റെ അപ്പുറമുള്ള അർശിന്റെ കുറുസിന്റെ അള്ളാഹുവിന്റെ രാജകീയ പാതയുള്ള അള്ളാഹുവിന്റെ നൂറാനിയത്തിന്റെ സൃഷ്ടാവായ തമ്പുരാന്റെ ഇരിപ്പിടത്തിന്റെ അങ്ങേയറ്റത്തെ ഭാവത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകുന്നു അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മിഅ്റാജ്. ഒരൊറ്റ രാത്രി കൊണ്ടുപോകുന്നതിന് ധാരാളം അത്ഭുത സംഭവങ്ങൾ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു വാഹനം പോലും തയ്യാറാക്കപ്പെട്ടു. അതിന്റെ പേര് ബുറാഖ്. കഴുതയേക്കാൾ വലിപ്പമുള്ള, എന്നാൽ കുതിരയോളമില്ലാത്ത നല്ല വെളുത്ത മൃഗം തയ്യാറാക്കപ്പെട്ടു പരിശുദ്ധ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ കൈപിടിച്ചു. പരിശുദ്ധ റസൂലിന്റെ വീട്ടിന്റെ അകത്തിരിക്കുന്ന റസൂലുള്ളാഹിന്റെ കയ്യിൽ വന്ന് പിടിക്കുന്നുണ്ട് ജിബ്രീൽ. തആല യാ റസൂലല്ലാഹ്, വരണം, നമുക്ക് പോകണം, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, പോകണം. അല്ലാഹുവിന്റെ റസൂൽ ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അല്ലാഹുവിന്റെ റസൂൽ മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖിലോട്ട് വന്ന് കയറാൻ വേണ്ടി ബുറാഖിൽ പിടിക്കവേ ബുറാഖൊന്ന് ഉദറിയെന്നാണ്. ബുറാഖൊന്ന് പടച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബുറാഖിന്റെ തോളിൽ വെച്ച് കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ബുറാഖ് പടയ്ക്കുന്നത്? ആരെന്നറിയോ? നിങ്ങളുടെ പുറത്ത് കയറാൻ
ആരെന്നറിയോ? നിങ്ങളുടെ പുറത്ത് കയറാൻ നിൽക്കുന്നത് ഇതിന് മുമ്പും ഇതിന് ശേഷവും ഇതിനേക്കാൾ മഹത്വമുള്ള ഒരു മനുഷ്യൻ നിന്റെ പുറത്ത് കയറിയിട്ടില്ല ബുറാഖ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ പറയുന്നുണ്ടില്ല ജിബ്രീൽ, ഞാൻ എന്റെ ദേഷ്യം കൊണ്ടും മോട്ടുകൊണ്ടും എന്റെ അഹങ്കാരം കൊണ്ടും ഞാൻ കുതറിയതല്ല. എന്റെ പുറത്ത് കയറാൻ വന്ന ആളോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ പതറിപ്പോയതാണ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് ബുറാഖ് പറയുന്നുണ്ട്, നബിയേ അങ്ങ് കയറിക്കൊള്ളൂ യാ ഹബീബല്ലാഹ്, അങ്ങയുടെ റബ്ബ് അങ്ങ് എവിടെയാണോ കൊണ്ടുപോകാൻ പറഞ്ഞത് അവിടെ ഞാൻ എത്തിച്ചിരിക്കും യാ റസൂലല്ലാഹ്. അത് റബ്ബിൽ നിന്നുള്ള എന്റെ കൽപ്പനയാണ്. പക്ഷെ എനിക്കൊരാവശ്യം അങ്ങയോട് പറയാനുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിലെ സൃഷ്ടിജാലങ്ങൾ മുഴുവനും അങ്ങയുടെ ചാരെ ലോകം മുഴുവനുള്ള സൃഷ്ടിജാലങ്ങൾ മുഴുവനും അങ്ങയുടെ ചുറ്റും നിൽക്കുമ്പോ ഈ ബുറാഖും ഉണ്ടാകാം ചിലപ്പോ അങ്ങയുടെ അടുത്ത്. യാ റസൂലല്ലാഹ്, അന്ന് അങ്ങ് എനിക്ക് ശഫാഅത്ത് ചെയ്യുമോ യാ നബിയല്ലാഹ് എന്ന് പറഞ്ഞു കരഞ്ഞു ബുറാഖെങ്കിൽ, എന്നാൽ നിനക്ക് ഞാൻ ശഫാഅത്തിന് സമ്മതിക്കാമെങ്കിൽ ആ സമ്മതിച്ചതിന്റെ ഏറ്റവും വലിയ മുഹൂർത്തമായിട്ട് കയറുകയാണ് ബുറാഖ് എന്ന വാഹനത്തിൽ. കണ്ണെവിടെയാണോ എത്തുന്നത് അവിടെ കാലത്തുമായിരുന്നു ബുറാഖിന്റെ. അങ്ങനെ കൊണ്ടുപോയി പോകുന്ന വഴിയിൽ മദീനയിൽ ഇറങ്ങി. പോകുന്ന വഴിയിൽ പല സ്ഥലത്തും മദിയൻ എന്ന് പറയുന്ന സ്ഥലത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഇറങ്ങി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട ബത്ലഹേം ഉണ്ട്, അവിടെ ഇറങ്ങി. പിന്നെ അങ്ങ് കടന്നുപോയി മസ്ജിദുൽ അഖ്സയുടെ ഓരത്തെത്തിയപ്പോൾ ഒരു തൂണിൽ ബുറാഖ് എന്ന വാഹനത്തെ കെട്ടിയിട്ടു. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇൻസറഫ ഫലം മൽബസ് ഇല്ലാ യസീറൻ ഹത്ത ജതമഅനാസുൻ കസീറുൻ. അങ്ങനെ നബി തങ്ങൾ അവിടെ എത്തിയപ്പോൾ ധാരാളം ആളുകൾ ഒരുമിച്ചുകൂടി. ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്ത് നിറയെ ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചെല്ലവേ ഫഅദ്ദന മുഅദ്ദിനുൻ, അവിടെ ഇഖാമത്ത് കൊടുക്കപ്പെട്ടു എന്നാണ്. ഇഖാമത്ത് കൊടുക്കപ്പെട്ടു. വഖീമത്തിസ് സ്വലാ ഫകുംനാ സുഫൂഫൻ നന്തളിറു മിൻ യൗമിനാ ഫഅഖദ ബിയദി ജിബ്രീൽ ഫഖദ്ദമനി വസല്ലൈതു. അങ്ങനെ നിസ്കരിച്ചു. നിസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ ചോദിച്ചു, യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് അതദ്രീ മൻ സല്ലാ ഖൽഫക യാ നബിയല്ലാഹ്, നിസ്കരിച്ച ആളുകളെ ആരാണെന്നറിയുമോ നബിയേ? എനിക്കറിയില്ല ജിബ്രീൽ എന്ന് പറയവേ, സല്ലാ ഖൽഫക കുല്ലു നബിയ്യിൻ ബഅസഹുല്ലാഹ് അസ്സ വജല്ല. ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള 1,1,1,4,00,000 പരം വരുന്ന സർവ്വ അംബിയാ മുർസലീങ്ങളുമാണ് അങ്ങയുടെ പിന്നിൽ അണിനിരന്നത് യാ നബി അല്ലാഹ്. മുഴുവൻ അംബിയാക്കന്മാർക്ക് ഇമാമത്തായിട്ട് നിന്നു. അതാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തന്റെ ബൈത്തിൽ പാടി, ഇത് ജാഇല കുല്ലിസ് സമാഇ തസഫഫാ റസൂലും വഅംലാകും വറാഅൽ മുസ്തഫാ ഫീഹിം ഇമാമൻ ഖദ്ദമൂഹു മുശറഫാ സ്വല്ലാ ബികുല്ലി ഖൽഫിഹി മഅ്മൂമാ സ്വല്ലാ അലൈഹി വസല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ബൂസൂരി തങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബൈത്തുല്ലിട്ടുണ്ട്. വഖദ്ദമതുക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലി തഖ്ദീമൽ മഖ്ദൂമിൻ അലാ ഖദമി. ഒരു രാജാവ് ഇങ്ങനെ വരുന്നതിന് മുമ്പ് ആ രാജാവിന്റെ വരവറിയിക്കാനായി കുറെ ആളുകളെ പോലീസിനെയോ പട്ടാളത്തേക്ക് വിടും, മന്ത്രിമാരെയൊക്കെ വിടും. എന്നുപോലെ അള്ളാഹുവിനെ കാണുന്നതിന് മുമ്പ് ആ അള്ളാഹു ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വന്ന സർവ്വ അമ്പിയാക്കന്മാരെയും അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഇന്നങ്ങോട്ട് പോവുകയാണ് യാത്ര. ഏത് യാത്രയെന്നറിയാവോ? നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത യാത്ര. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. ഈ മക്ക തൊട്ടുള്ള മസ്ജിദുൽ ഹറാം തൊട്ടും മസ്ജിദുൽ അഖ്സ വരെയുള്ള യാത്ര വിശ്വസിച്ചിട്ടില്ല മക്കയിലെ മുശ്രിക്കീങ്ങൾ. പിറ്റന്ന് അബൂജഹലും കൂട്ടരും വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ കേട്ടോ അബൂബക്കറെ, എന്താണ് നിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ദേ ഇവിടുന്നെങ്ങാനും മസ്ജിദുൽ അഖ്സ വരെ ഒറ്റ രാത്രി കൊണ്ട് പോയെന്ന്. അങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞു, ആകാശം അവിടെ എവിടെ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നീ നിന്റെ അഭിപ്രായം എന്താ അബൂബക്കറെ? അങ്ങനെയൊക്കെ നിന്റെ കൂട്ടുകാരന് പറയാൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്റെ മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അതേ,
എന്നാൽ അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, എനിക്ക് യാതൊരു സന്ദേഹവും ആ കൂട്ടത്തിലില്ല. എല്ലാ ദിവസവും ആകാശമണ്ഡലങ്ങളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ വന്ന് എന്റെ റസൂലിനെ കണ്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എനിക്കാണോ അബൂജഹൽ നിന്റെ ഈ സംസാരത്തിൽ പതറിപ്പോവുക? ഇല്ല. അന്നാണ് അബൂബക്കറായിരുന്ന, അത്രയും നാൾ അബൂബക്കറായിരുന്ന അബൂബക്കർ സിദ്ദീഖായി മാറിയതെന്നാണ്. ഇതൊന്നും ചില ആളുകൾ വിശ്വസിക്കാത്തത് കൊണ്ട് ഈ ഒരു സന്ദേശത്തിൽ നിങ്ങളോട് ഈ ഇസ്രായിന്റെ മിഅ്റാജിനെ നോമ്പ് നോൽക്കുമ്പോഴും അതിൻ്റെ പവിത്രത മനസ്സിലാക്കുമ്പോഴും അള്ളാഹുവിൻ്റെ അടുക്കൽ പോയിട്ട് നിസ്കാരം എന്ന സമ്മാനമായിട്ട് വന്ന കഥ നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് രണ്ട് കൂട്ടത്തിൽ പെടാം. ഒന്നുകിൽ സിദ്ദീഖിന്റെ കൂട്ടത്തിൽ പെടാം, അല്ലെങ്കിൽ അബൂജഹലിന്റെ കൂട്ടത്തിൽ പെടാം. അവിടെ പോയി കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, എല്ലാം കണ്ട റസൂലുള്ളാഹി കൃത്യമായിട്ട് 1 by 1 ആയിട്ട് തെളിവുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് വേണമെങ്കിൽ വിശ്വസിക്കാം. അപ്പൊ അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ കൂടാം. അതൊന്നും കണ്ടിട്ടില്ല, അതൊക്കെ വെറും സ്വപ്നമാണ്, അതൊക്കെ വെറുതെയാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് അബൂജഹലിന്റെ കൂട്ടരാണ്. അവിടെയും അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും എന്ത് പറഞ്ഞോ അതനുസരിച്ച്. ബുദ്ധിക്ക് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ പറ്റൂല. 3.5 കിലോമീറ്റർ ഉണ്ട്. ഈ 2ാം ആകാശത്തിന്റെ കാര്യം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ്. ഭൂമിയിൽ നിന്നുമുള്ള ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെന്റർ എന്നാണ് അതിന്റെ പേര്. അതിൽ സഞ്ചരിക്കണമെങ്കിൽ 4.2 പ്രകാശവർഷം വേണമെന്നാണ്. ഒരു പ്രകാശവർഷം എന്നുള്ളത് 94,400 കോടി കിലോമീറ്റർ ആണ് ഒരു പ്രകാശവർഷം. അങ്ങനത്തെ 4000 പ്രകാശവർഷം സഞ്ചരിക്കണം ഭൂമിയിൽ നിന്നുള്ള അടുത്ത നക്ഷത്രത്തിൽ എത്തിച്ചേരാൻ. അവിടം വരെയൊക്കെ നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എങ്കിൽ 2ാം ആകാശം എവിടെയാണെന്നുള്ള ചോദ്യചിഹ്നം ഇന്നുമുണ്ടെങ്കിൽ 1ാം ആകാശത്തിന്റെ വിശാലത പോലും കണ്ടുപിടിക്കാത്ത ആ ബുദ്ധിയുടെ ചുരുങ്ങിയ ഭൗതിക ബുദ്ധിയിൽ ഇത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് വിശ്വാസമാണ്. എന്റെ റസൂല് കടന്നുപോയി. അല്ലാഹ് ഖുർആൻ പറയുന്നുണ്ടല്ലോ, വകാന ഖാബ ഖൗസൈനി ഔ അദ്നാ ثم دنا فتدلى فكان قاب قوسين او ادنى فاوحى الى عبده ما اوحى. എന്റെ അടിമ എന്റെ അടുക്കൽ വന്നു, ഞാനും എന്റെ അടിമയും കണ്ടു അമ്പും വില്ലിനേക്കാൾ. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, ഞാൻ കൊടുക്കേണ്ടതെല്ലാം എന്റെ അടിമയ്ക്ക് കൊടുത്തു. മാ ഖദബൽ ഫുആദ മാ റാ, എന്റെ അടിമ കണ്ടതിനേക്ക് നിങ്ങൾ നിഷേധിക്കുകയാണോ? അല്ലാഹ് ചോദിക്കുകയാണ്. അഫതുമാറൂനഹു അലാ മാ യറാ, ആ റസൂലുള്ളാഹ് കണ്ടതിനേക്ക് നിങ്ങൾ സ്വപ്നമാണെന്ന് പറയുകയാണോ? വലഖദ് റആഹു നസ്ലത്തുൻ ഉഖ്റാ ഇൻദ സിദ്റത്തുൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവ. അവിടെയാണ് സിദ്റത്തുൽ മുൻതഹ എന്ന ഇലന്ത മരം. അവിടെയാണ്. ആ സിദ്റത്തുൽ മുൻതഹനെ പറ്റി പറയണമെങ്കിൽ തന്നെ ഒരുപാട്. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, ഇത് വിശ്വാസമാണ്. ഈ ദിവസത്തെ ബഹുമാനിക്കണം, ആദരിക്കണം, അതിനെ നന്ദി പ്രകാരം